സിബി ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ പെരുന്നാൾ ആശംസകൾ. മനു ഗുഡ് മോർണിംഗ്. എന്തായാലും പെരുന്നാൾ ആശംസകൾ അങ്ങോട്ട് നേരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സിബി, ഭീഷണിയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ ഭാഷയിൽ നിന്ന് പാകിസ്ഥാൻ അഭ്യർത്ഥനയുടെ ഭാഷയിലേക്ക് മാറുകയാണോ? സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കേണ്ട ഗതികേടിലേക്ക് ആ രാജ്യം എത്തുകയാണോ? ആ നടപടി അവരെ അത്രമേൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണോ? മനു, തീർച്ചയായും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുമ്പോൾ സ്വാഭാവികമായും അത് പാകിസ്ഥാനെ വളരെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് അവരുടെ ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അതിൽ പാകിസ്ഥാൻ അത് നേരിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. 1960 ഈ സിന്ധു നദീജല കരാർ, നമുക്കറിയാം 1960 ഈ ഒരു കരാർ ഒപ്പുവെച്ചതിന് ശേഷം 4 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമോ യുദ്ധമോ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ഒരു കരാർ റദ്ദാക്കുകയോ മരവിപ്പിക്കുന്ന രീതിയിലേക്ക് തീരുമാനം, ഒരു കടുത്ത നടപടി ഇന്ത്യ പോയിരുന്നില്ല. പക്ഷേ പഹൽഗാൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അതിർത്തി കടന്നുകൊണ്ട് വീണ്ടും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോയത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 4 തവണ ഇത്തരത്തിൽ ഈ ഒരു സിന്ധു നദീജല കരാർ ഇത് റദ്ദാക്കിയ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ജലവിഭവ സെക്രട്ടറി മന്ത്രാലയത്തിന് കത്ത് നൽകി എന്നുള്ളതാണ്. 4 തവണ കത്ത് നൽകി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഏതൊക്കെ തീയതികളിലാണ് ഈ കത്ത് നൽകിയതെന്ന് വ്യക്തമല്ല. പക്ഷേ പോലും ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കൂടി വീണ്ടും കത്തയച്ചിരിക്കുന്നു നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമായി പാകിസ്ഥാൻ പറയുന്നത് ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് അത് ഇരു രാജ്യം തമ്മിലുള്ള കരാറാണ്. ഈ കരാർ റദ്ദാക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാന് മാത്രം, ഇന്ത്യക്ക് മാത്രമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായി അത് റദ്ദാക്കാൻ കഴിയില്ല. ഇത് ഈ ഒരു വ്യവസ്ഥയുടെ ലംഘനമാണെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആളുകളുടെ കുടിവെള്ളത്തെയും അവിടുത്തെ കൃഷിയെല്ലാം തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കണം. ഈ ഒരു കരാർ മരവിപ്പിച്ചാൽ, അല്ലെങ്കിൽ കരാർ റദ്ദാക്കുന്ന തീരുമാനം പരിശോധിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ വീണ്ടും കത്തയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ 4ാമത്തെ കത്താണ് ഇത് ലഭിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഈ ഇന്ത്യയിലെ ജലവിഭവ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ജലവിഭവ സെക്രട്ടറി ദേബശ്രീ മുഖർജിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി കത്തയച്ചു എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസിയാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയത്തിന് 4 കത്തുകൾ അയച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോവുകയും ഈ നദീജല കരാർ റദ്ദാക്കി വാഗ, അട്ടാരി അതിർത്തികൾ അടച്ചിരുന്നു. പാക് പൗരന്മാർക്കുള്ള സാർക്ക് വിസകൾ, അതിലെ ഇളവുകൾ റദ്ദാക്കുന്ന നടപടി എടുത്തിരുന്നു. അങ്ങനെ വളരെ വലിയ കടുത്ത നടപടിയിലേക്ക് പോയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതായിരുന്നു. ഇതോടെ കൂടി അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുകയും ഈ കരാർ റദ്ദാക്കിയത് ഒരു യുദ്ധമായി, അല്ലെങ്കിൽ യുദ്ധത്തിന് കാരണമാകുമെന്ന് പാകിസ്ഥാൻ തന്നെ അന്ന് ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നു. കത്തുകൾ ഇന്ത്യക്ക് ഇപ്പോൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു കരാർ ഇത് പുനഃപരിശോധിക്കണം, ഈ കരാറിൽ റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കത്ത് നൽകുകയാണ്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അതിർത്തി കടന്നുള്ള ഭീകരത, ആ ഭീകരത പ്രോത്സാഹിപ്പിച്ചാൽ ഒരിക്കലും ഈ ഒരു കരാർ പിൻവലിക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ ഇന്ത്യയും അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വീണ്ടും അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ മറ്റുള്ള ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുമോ എന്നെല്ലാം നിലയും നമുക്ക് ഇനി വരും മണിക്കൂറിൽ വ്യക്തമാകും. മനു.